ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറൈറ്റി റെസിപ്പിയാണ്. നുറുക്ക് ഗോതമ്പ് കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള വെറൈറ്റി ലഡ്ഡു ആണ്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ലഡ്ഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ലഡ്ഡു തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന നുറുക്ക് ഗോതമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ നുറുക്ക് ഗോതമ്പ് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം എല്ലാം ഊറ്റിക്കളയണം. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിതൊരു പാനിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. കൈ എടുക്കാതെ 5 മിനിറ്റ് നേരം നന്നായിട്ട് വറുത്തെടുക്കണം. വെള്ളം എല്ലാം പോയി കഴിയുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് വരണവരേക്കും നമുക്കിത് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വെള്ളമെല്ലാം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം മാറി വന്നിട്ടുണ്ട്. നല്ലൊരു വറുത്ത സ്മെല്ലൊക്കെയായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പരുവം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് വെക്കാം. നുറുക്ക് ഗോതമ്പ് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രൈ പാനിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് നമുക്ക് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരേക്കും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഡാർക്ക് ബ്രൗൺ കളർ ആവരുത്. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരേക്കും മാത്രം വറുത്തെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ ചൂടാറാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് അതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നുറുക്ക് ഗോതമ്പ് മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ കണ്ടില്ലേ, നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ നൈസായിട്ടുള്ള പൊടിയാണ് നമുക്ക് വേണ്ടത്. ചെറിയ തരികളുണ്ടാവും, എന്നാലും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ തേങ്ങയുടെ മിക്സ് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. തേങ്ങ നന്നായിട്ട് പൊടിക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതിയാവും. ഇപ്പോൾ വറുത്തെടുത്ത തേങ്ങ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ സെയിം മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലേവറിനായിട്ട് 4 ഏലക്ക കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല നൈസായിട്ട് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നെയ്യും നുറുക്ക് ഗോതമ്പും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ലഡ്ഡുവിൻ്റെ മിക്സാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നെയ്യ് പൊടിയിൽ നന്നായിട്ട് പിടിക്കുന്നവരേക്കും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പും നെയ്യും കൂടിയുള്ള മിക്സ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നെയ്യിൻ്റെയും നുറുക്ക് ഗോതമ്പിൻ്റെയും കൂടെ നല്ലൊരു സ്മെല്ലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ചെടുത്ത പഞ്ചസാരയും ഏലക്കയുടെയും കൂടെ പൊടി നമുക്കിതിലേക്ക് കുറച്ചായിട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. നന്നായിട്ട് തിളപ്പിച്ച് ആറിയ പാല്, കട്ടിയോട് കൂടിയ പാലാണ്. 1/4 കപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്പൂൺ അളവിൽ നമുക്ക് കുറച്ച് പാൽ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചില സമയങ്ങളിൽ പാൽ കൂടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങ കൂടെ എടുത്ത് വറുത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് കട്ടിയാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നമ്മുടെ ലഡുവിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കറക്റ്റ് അളവിൽ വന്നിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വച്ചേക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാനായിട്ട് വെക്കാം. തണുത്ത ശേഷം നമുക്കിത് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. നെയ്യിൻ്റെ ഏലക്കയുടെയൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബോളിൻ്റെ ഷേപ്പ് ചെയ്തെടുത്ത ശേഷം നമുക്കിതിലേക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ലഡ്ഡു റെഡി ആയി കഴിഞ്ഞു. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു ലഡ്ഡുവിൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല ടേസ്റ്റാണ്, കിടിലൻ ടേസ്റ്റാണ്. ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.